ബീഹാറിനെ നടുക്കി ദുരഭിമാനക്കൊല. ജാതി മാറി വിവാഹം ചെയ്തതിന് 19-കാരിയെ വീട്ടുകാർ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. കൊലയ്ക്ക് ശേഷം മൃതദേഹം നദീതീരത്തെത്തിച്ച് കത്തിച്ചു. കാണാതായ ഭാര്യയെ തേടി ഭർത്താവ് നടത്തിയ മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനും സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഒടുവിലാണ് പോലീസിനെ പോലും ഞെട്ടിച്ച കൊടും ക്രൂരതയുടെ ചുരുളഴിയുന്നത്. രണ്ടു മാസത്തോളമായി ഗൗരിശങ്കർ കുമാർ എന്ന യുവാവ് തന്റെ 19-കാരിയായ ഭാര്യ സുജാത കുമാരിയെ തിരയുകയായിരുന്നു. ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല. സുജാതയുടെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല. ദിവസങ്ങൾ ആഴ്ചകളായതോടെ ഗൗരിശങ്കറിന്റെ ഉള്ളിൽ ഭയം നീളിക്കാൻ തുടങ്ങി. ഒടുവിൽ സമൂഹമാധ്യമത്തിലൂടെ അയാൾ നടത്തിയ ജീവൻ മരണ പോരാട്ടമാണ് ബീഹാറിലെ മുസാഫർപൂർ ജില്ലയെ നടുക്കിയ ക്രൂരമായ ദുരഭിമാന കൊലയുടെ ചുരുളഴിച്ചത്. എന്റെ ഭാര്യയുടെ കൊലയാളികളെ കണ്ടെത്തണം, ഇല്ലെങ്കിൽ ഞാൻ ജീവൻ ഒടുക്കുമെന്ന് കണ്ണീരോടെ ഗൗരിശങ്കർ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോകൾ അധികാരികളുടെ കണ്ണു തുറപ്പിച്ചു. കേവലം ഒരു കാണാതാകൽ കേസെന്ന് കരുതിയിരുന്ന സംഭവം സ്വന്തം വീട്ടുകാരാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥയായി മാറുകയായിരുന്നു. അയൽഗ്രാമങ്ങളിലെ താമസക്കാരായ സുജാതയും ഗൗരിശങ്കറും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളായിരുന്നു. 2020 ഇവരുടെ സൗഹൃദം പ്രണയമായി മാറി. എന്നാൽ ഇരുവരും വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇരു കുടുംബങ്ങളും അവരുടെ ബന്ധത്തെ ശക്തമായി എതിർത്തു. ഈ എതിർപ്പുകളെ 6 വർഷത്തോളം ഇരുവരും അതിജീവിച്ചു. ഒടുവിൽ ഈ വർഷം ജനുവരിയിൽ ദമ്പതികൾ ഒളിച്ചോടി വിവാഹിതരായി. ശേഷം ഹരിയാനയിലേക്ക് താമസം മാറി. എന്നാൽ സുജാതയുടെ കുടുംബം സുജാതയെ ഗൗരിശങ്കർ തട്ടിക്കൊണ്ടുപോയതായി കാണിച്ച് പോലീസിൽ പരാതി നൽകി. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഫെബ്രുവരിയിൽ ദമ്പതികളെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കി. പോലീസിനോടും കോടതിയോടും സുജാത തന്റെ നിലപാട് വ്യക്തമാക്കി. താൻ പ്രായപൂർത്തിയായ ആളാണെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗൗരിശങ്കറിനെ വിവാഹം കഴിച്ചതെന്നും ഭർത്താവിനൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അവൾ കോടതിയെ അറിയിച്ചു. എന്നാൽ നിയമപരമായ ചില നടപടികൾക്ക് ശേഷം ദമ്പതികൾക്ക് താൽക്കാലികമായി മാറി നിൽക്കേണ്ടി വന്നു. തുടർന്ന് ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി സുജാത സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി. മാർച്ച് 31-നാണ് ഗൗരിശങ്കർ അവസാനമായി സുജാതയോട് ഫോണിൽ സംസാരിച്ചത്. അതിനുശേഷം അവളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതായി. തന്റെ ഭാര്യയ്ക്കെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുറപ്പിച്ച ഗൗരിശങ്കർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. സുജാതയെ അവളുടെ വീട്ടുകാർ വകവരുത്തിയെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. നീതി കിട്ടിയില്ലെങ്കിൽ ജീവനെടുക്കുമെന്ന യുവാവിന്റെ വീഡിയോ സമൂഹമാധ്യമത്തിൽ ചർച്ചയായതോടെ മുസാഫർപൂർ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ചെന്നെത്തിയത് സുജാതയുടെ സഹോദരൻ അഭിഷേക് കുമാറിലായിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. സുജാത വീണ്ടും ഭർത്താവിന്റെ അടുത്തേക്ക് പോകുമെന്ന് കുടുംബം ഭയപ്പെട്ടിരുന്നു. ഈ ഭയമാണ് ഒടുവിൽ അവളെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിലേക്ക് നയിച്ചതെന്ന് സഹോദരൻ വെളിപ്പെടുത്തി. മെയ് 8-നാണ് സുജാതയെ വീട്ടുകാർ ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. അന്നുതന്നെ മൃതദേഹം രഹസ്യമായി നദീതീരത്തെത്തിച്ച് പൂർണ്ണമായി കത്തിച്ചു കളയുകയായിരുന്നു. പ്രതി കാണിച്ചു തന്ന സ്ഥലത്തുനിന്ന് ഫോറൻസിക് വിദഗ്ധർ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കൊലപാതകത്തിൽ സുജാതയുടെ കുടുംബത്തിലെ 5-ലധികം പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഒളിവിൽ പോയ മറ്റു പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.